ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്. ഞാനുള്ളത് കർണാടകയിലെ ഹംപിയിലാണ്. ഹംപിയിൽ വിട്ടല ക്ഷേത്രവും പരിസരവും അതിൻ്റെ സവിശേഷതകളും അതിനകത്തുള്ള ചാരിയറ്റും ഒക്കെ കാണാൻ വന്നതാണ്. നമ്മുടെ 50 രൂപ നോട്ടിൻ്റെ പുറകിൽ കണ്ട് ആലേഖനം ചെയ്ത ചിത്രമില്ല ഹംപിയിലെ, അതാണ് നമ്മളിന്ന് കാണാൻ വന്നത്. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. നമ്മൾ റെൻറ്റിനെടുത്ത സ്കൂട്ടിയാണ്. ആ വീട്ടുകാർ തന്നെയാണ് റെൻറ്റിന് തന്നിരിക്കുന്നത്. 500 രൂപയാണ് ഒരു ദിവസത്തെ റെൻറ്റിന് ഇവർ നമ്മളോട് പിന്നെ സ്കൂട്ടിക്ക് മേടിച്ചത്. നമ്മൾ ഹംപിൻ്റെ ക്ഷേത്രങ്ങളുള്ള സ്ഥലങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. അപ്പം സ്കൂട്ടി അവിടുന്ന് റെൻറ്റിനെടുത്തുകൊണ്ട് പിന്നെ നമുക്ക് പ്രോബ്ലമില്ല. ഇവിടെ ഓട്ടോക്കാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര റേറ്റാണ് ഓട്ടോക്കാർ പറയുന്നത്. അങ്ങനെയാണ് നമ്മളൊരു വീട്ടിൽ വന്ന് ഹോം സ്റ്റേ എടുത്ത് അവിടെ നമുക്ക് സ്കൂട്ടിയൊക്കെ റെൻറ്റിനെടുത്തത്. അവരുടെ തന്നെ സ്കൂട്ടി കേട്ടോ. അപ്പോൾ അവർക്ക് എത്ര പൈസയാണ് ഒരു ദിവസം കിട്ടുന്നതെന്ന് ആലോചിച്ചിരിക്കുക. ഉത്തര കർണാടകത്തിലെ വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന പുരാതന നഗരമാണ് ഹംപി. ഹുബ്ലിയിൽ നിന്ന് 163 കിലോമീറ്റർ കിഴക്കായും ബെല്ലാരിയിൽ നിന്ന് 65 കിലോമീറ്ററോളം വടക്ക് പടിഞ്ഞാറുമായി തുംഗഭദ്ര നദിയുടെ തെക്കേ കരയിലാണ് ഹംപി. വിജയനഗരത്തിന്റെ ചരിത്രാവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്ന ഹംപി വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു. 1936 ഹംപി നഗരം സ്ഥാപിക്കപ്പെടുന്നത്. ചരിത്രാവശിഷ്ടങ്ങളുടെ പഠനത്തിൽ നിന്നും ഹംപി കോട്ട കെട്ടി ഭദ്രമാക്കിയ ഒരു നഗരമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ 50 രൂപയെക്കാത്ത് പുറകിൽ കാണുന്നില്ല ഒരു ചിത്രം ആലേഖനം ചെയ്തേ വിടല ക്ഷേത്രത്തിലെ ആ ക്ഷേത്രത്തിലേക്കാണ് ഇനിയിപ്പോൾ പോകുന്നത്. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, വിജയ വിട്ടല ടെമ്പിൾ ഈ റൂട്ടാണെന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി വിജയ വിട്ടല ടെമ്പിൾ കുറച്ച് ദൂരമേ ഉള്ളൂ അവിടെ പോയിട്ട് നിങ്ങൾക്ക് കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു വന്ന് കാണണം, ആ ഒരു എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും മനോഹരമായ ഒരു കാഴ്ചകളാണ് ഈ വരുന്ന റൂട്ടുകളിൽ മുഴുവൻ നമുക്ക് കാണാൻ പറ്റുന്നത്.
നമ്മൾ വിജയവിട്ടല ടെമ്പിളിലേക്കാണ് പോകുന്ന ഒരു വണ്ടിയുണ്ട് ഇവിടെ. ആ വണ്ടിക്ക് വേണമെങ്കിൽ നമുക്ക് വിജയവിട്ടല ടെമ്പിളിലേക്ക് പോകാം. വണ്ടിക്ക് പോകണമെങ്കിൽ 20 രൂപയാണ്. നമ്മളിപ്പോൾ അതുകൊണ്ട് ഓരോ ഐസ്ക്രീമൊക്കെ മേടിച്ച് തന്ന് എല്ലാം അങ്ങ് നടക്കുകയാണ്. ഇവിടെ ഒരു 1/2 കിലോമീറ്ററേ ഉള്ളൂ എന്നാണ് പറഞ്ഞാൽ. 1/2 കിലോമീറ്റർ ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രമെത്തി. വിജയവിട്ടല പോകുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ കൊടൂര കൊട്ടില മണ്ഡപം എന്ന് പറഞ്ഞ ഒരു മണ്ഡപമുണ്ട്. ഇതുണ്ടോ, ഫുള്ള് കരിങ്കല്ല് തന്നെ പിന്നെ സിമെൻറ്റോ ഒന്നുമില്ലാതെ കൂട്ടിച്ചേർക്കലൊന്നുമില്ലാതെ വെറും ആപ്പുകളും ഇതെല്ലാം ഉപയോഗിച്ച് ചെയ്തു വെച്ചിരിക്കുന്നത്. കല്ലുകൾ ജോയിൻറ്റിലേക്കെല്ലാം വെറുതെ പെറുക്കി വെച്ചതുപോലെ. ഇതിനകത്തേക്ക് കയറിപ്പോ ഇതുണ്ടോ, ഇതിനകത്ത് കയറി വന്നു കഴിഞ്ഞാൽ ഒരു ശിവലിംഗമാണ്. ശിവലിംഗം കൊത്തി വെച്ചിരിക്കുന്നത്, അല്ലാതെ പറഞ്ഞില്ല. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ശിവലിംഗത്തിൻ്റെ ഒരു കാഴ്ച, അല്ലാതെ വേറൊന്നുമില്ല. ഇവിടെയൊക്കെ ഒരുപാട് നിർമ്മിതികളുണ്ട്, അതൊക്കെ പൊളിച്ചു പോയതാണ്. കണ്ട, ഇവിടെയൊക്കെ തകർക്കപ്പെട്ട ഒരുപാട് നിർമ്മിതികൾ ഇവിടെയൊക്കെയുണ്ട്. ക്ഷേത്രങ്ങളും ശില്പങ്ങളും കൊട്ടാരങ്ങളും മണ്ഡപങ്ങളും അഴക് ചാർത്തുന്ന ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന നാഗരികതകളിൽ ഒന്നായ വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഹംപി. ഇവിടെ പോകുന്ന വഴിക്ക് പുഷ്കർണി എന്ന് പറഞ്ഞൊരു കുളം പോലെ കെട്ടിയുണ്ടാക്കിയുണ്ട്. അതിൻ്റെ കാഴ്ചകളാണ് കാണുന്നത് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ മുൻവശമുള്ള ഒരു നിർമ്മിതിയാണ്. ഇത് കണ്ടോ, കരിങ്കല്ലുകൾ വെറുതെ പെറുക്കി വെച്ച് നിർമ്മിച്ച ഒരു നിർമ്മിതി. എത്രയോ വർഷങ്ങൾക്ക് മുന്നേ, നൂറ്റാണ്ടുകൾക്ക് മുന്നേ കരിങ്കല്ല് വെറുതെ പെറുക്കി വെച്ച്. ഇന്നാവോ, ഇന്ന് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. ഇത് കണ്ടോ, കരിങ്കല്ലുകൾ വെറുതെ പെറുക്കി വെച്ച്. ഇന്നത്തെ നൂറ്റാണ്ടിൽ ചിലപ്പോൾ നമ്മൾ ആധുനിക മെഷീനറിയൊക്കെ വെച്ചിട്ട് ഇതിനും നൂതനമായി ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ അന്നത്തെ കാലത്ത് ഇതൊക്കെ എങ്ങനെ ചെയ്തെടുത്തു എന്ന് നമുക്കാർക്കും പറയാൻ പറ്റില്ല. വേണ്ട, ഓരോ കരിങ്കല്ല് പെറുക്കി വെച്ച്, അല്ലാതെ അതിനൊന്നും ഒരു ജോയിൻറ്റ് കൊടുക്കാനോ സിമെൻറ്റോ ഒന്നുമില്ല. അതെല്ലാം വെറുതെ കരിങ്കല്ല് പെറുക്കി മുകളിൽ വെച്ച് ചെയ്തു വെച്ച കാഴ്ചകളാണ്. വളരെ മനോഹരമായിരിക്കുന്നില്ലേ ഇതൊക്കെ ഒരു അത്ഭുതമായി തോന്നുന്നില്ലേ ഇതൊക്കെ കാണുമ്പോൾ? ഓൺലൈനിലാണ് ടിക്കറ്റ് എടുത്ത്. ഓൺലൈനിൽ ടിക്കറ്റ് എടുത്ത് ഇവിടെ ഗേറ്റിൽ കാണിച്ചിട്ട് നമ്മൾ കയറണം. അവിടെ ടിക്കറ്റ് എടുക്കണമെങ്കിൽ 40 രൂപയുള്ളൂ. ഓൺലൈനിൽ എടുക്കണമെങ്കിൽ 35 രൂപയാണ്. ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ അകത്തേക്ക് കയറി. ഇനി നമ്മൾ ക്ഷേത്രത്തിലെ അകത്തെ കാഴ്ചകളെല്ലാം നിങ്ങളെ കാണിച്ചു തരാം. സ്വപ്നങ്ങൾ തീർത്തത് കല്ലുകൾ കൊണ്ടായിരുന്നെങ്കിൽ തകർന്നുടഞ്ഞ അനേകം സ്വപ്നങ്ങളുടെ തിരുശേഷിപ്പുകളാണിവിടെ. കല്ലുകൾ കഥ പറയുന്ന ഹംപി ശില്പഭംഗിയുടെ വിസ്മയ കാഴ്ചകളാണ് സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത്. അത്തരം വിസ്മയ കാഴ്ചകളിൽ എടുത്തു പറയേണ്ട നിർമ്മിതികളാണ് ഇവിടുത്തെ വിതാല ക്ഷേത്രവും സംഗീതം പൊഴിക്കുന്ന തൂണുകളും. ഹംപിയിലെ നൂറുകണക്കിന് സ്മാരകങ്ങളിൽ ഏറ്റവും അധികം സഞ്ചാരികൾ തേടിയെത്തുന്ന സ്മാരകമാണ് വിതാല ക്ഷേത്രം. തുംഗഭദ്ര നദിക്കരയിലെ ഈ ക്ഷേത്രത്തിലാണ് സംഗീതം പുറപ്പെടുവിക്കുന്ന 1000 കാൽ മണ്ഡപമുള്ളത്. ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ തകർന്ന ക്ഷേത്രങ്ങളും ബസാറും പുഷ്കരണിയും കാണാൻ സാധിക്കും. പഴയകാല യുദ്ധങ്ങൾ ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത രീതിയിൽ
ഹംപിയെയും വിജയനഗര സാമ്രാജ്യത്തെയും തകർത്ത് കളഞ്ഞിരുന്നുവെന്ന് വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്ന സുന്ദരമെങ്കിലും വേദനിപ്പിക്കുന്ന കാഴ്ചകൾ. നൃത്തമണ്ഡപമാണ്. നൃത്തമണ്ഡപത്തിന്റെ അകത്ത് കയറി കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. വളരെ മനോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഭാഗത്തും ചിത്രപ്പണികൾ കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ ഓരോ ഭാഗം കാണുന്നത്. നമുക്ക് ഏതാണ് ഷൂട്ട് ചെയ്യേണ്ടത്, ഏത് ഭാഗത്തെ ഷൂട്ട് ചെയ്യുന്നുള്ള കൺഫ്യൂഷനിലാണ്. അത്രയും മനോഹരമായാണ് ഓരോ ഭാഗങ്ങളും ഇതിൻ്റെ ഭാഗങ്ങൾ ചിത്രപ്പണികൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിനകത്തെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. എങ്കിലും കല്ലിൽ തീർത്ത നിരവധി മനോഹരമായ നിർമ്മിതികളാണ് ക്ഷേത്രത്തിലും അതിനു ചുറ്റുമായി ഉള്ളത്. വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന ഹംപിയിലെ കാഴ്ചകളെല്ലാം സഞ്ചാരികളെ വിസ്മയിപ്പിക്കുന്നതാണ്. എന്നാൽ കൂടുതൽ ആകർഷകമായി തോന്നുന്നത് വിതാല ക്ഷേത്ര സമുച്ചയത്തിൽ കല്ലിൽ കൊത്തിയെടുത്ത രഥമാണ്. ഇതിന്റെ ഭംഗി വാക്കുകളിൽ വിവരിക്കാൻ കഴിയില്ല. വിജയനഗര സാമ്രാജ്യത്തിന്റെ ഇത്തരം കലാവിരുതുകൾ ആസ്വദിക്കാൻ ലോകത്തെമ്പാടു നിന്നുമായി ആയിരക്കണക്കിന് സഞ്ചാരികളാണ് വർഷം തോറും ഇവിടെ എത്തുന്നത്. 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട വിതാല ക്ഷേത്രം ദേവരായ രണ്ടാമന്റെ കാലത്താണ് നിർമ്മിക്കപ്പെട്ടത്. എന്നാൽ വിജയനഗര സാമ്രാജ്യത്തിലെ ശക്തനായ ഭരണാധികാരിയായിരുന്ന കൃഷ്ണദേവരായരുടെ കാലത്ത് ക്ഷേത്രം കുറച്ചുകൂടെ മനോഹരമാക്കിയിട്ടുണ്ട് എന്ന് ചരിത്രം പറയുന്നു. വിജയവിതാല ക്ഷേത്രം എന്നും പേരുള്ള ഈ ക്ഷേത്രം വിഷ്ണുവിന്റെ ശക്തി തേജസ്സായ വിതാലയ്ക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഭക്തിവൈഭവത്തിന്റെ പറഞ്ഞറിയിക്കാനാവാത്ത അനുഭൂതിയാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്. ഹംപിയിലെ ക്ഷേത്രങ്ങളിലും സ്മാരകങ്ങളിലും ഏറ്റവും മനോഹരമായതും ആളുകളെ ആകർഷിക്കുന്നതും വിതാല ക്ഷേത്രമാണ്. അതിന് കാരണം ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യയാണെന്ന് നിസ്സംശയം പറയാം. വാസ്തുവിദ്യയുടെ സാധ്യതകളെ ഇത്രയധികം ഉപയോഗിച്ച മറ്റൊരു സൃഷ്ടിയും ഹംപിയിൽ കാണാൻ കഴിയില്ല. ദ്രാവിഡ ശൈലിയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം ദക്ഷിണേന്ത്യൻ ക്ഷേത്ര നിർമ്മാണ കലയുടെ ഗാംഭീര്യമാണ് വിളിച്ചു പറയുന്നത്. പ്രധാന ശ്രീകോവിലിനോട് ചേർന്ന് 2 മണ്ഡപങ്ങളാണ് ഇവിടെയുള്ളത്. ഇതിൽ തുറന്ന മണ്ഡപം ക്രിസ്തുവർഷം 1554 ക്ഷേത്രത്തോട് കൂട്ടിപ്പണിതതാണ് എന്ന് കരുതപ്പെടുന്നു. ഇതിനോട് ചേർന്ന് ധാരാളം കണ്ടോ, നമ്മുടെ 50 രൂപ നോട്ടിന് പുറത്തുള്ള ചാരിയറ്റായി കാണുന്നത്, അതിൻ്റെ ഭാഗങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഈ 50 രൂപ നോട്ടിൻ്റെ പുറത്ത് കാണുന്ന ഈ രൂപം നമ്മളിവിടെ വന്നിട്ട് നേരിട്ട് ദർശിക്കുകയാണ്. ആ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ ഇനി ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇവിടുത്തെ നിർമ്മിതികളിൽ ദേവിയുടെ കോവിൽ, മഹാമണ്ഡപം, രാഗമണ്ഡപം, കല്യാണ മണ്ഡപം, ഉത്സവ മണ്ഡപം, കല്ലിൽ നിർമ്മിച്ച രഥം തുടങ്ങിയവയാണ് പ്രധാനം. കല്ലിൽ തീർത്തിരിക്കുന്ന രഥം അതിന്റെ നിർമ്മാണ രീതി കൊണ്ടും കാഴ്ചയിലെ ഭംഗി കൊണ്ടും മികച്ചു നിൽക്കുന്നു. രാജ്യത്തെ പ്രശസ്തമായ 3 കൽരഥങ്ങളിൽ ഒന്നുകൂടിയാണിത്. മറ്റ് 2 കൽരഥങ്ങൾ കൊണാക്കിലും മഹാബലിപുരത്തുമാണുള്ളത്. പല ഗ്രാനൈറ്റ് പാളികളാൽ നിർമ്മിച്ച ഈ രഥം ഒറ്റക്കല്ലിൽ പണിതതാണെന്ന് തോന്നിപ്പിക്കുന്നത് ശില്പകലയുടെ പൂർണ്ണത വെളിവാക്കുന്നു. കല്ലുകൾ സംയോജിക്കുന്ന സ്ഥലങ്ങൾ ഏതെന്ന് മനസ്സിലാകാത്ത വിധമാണ് ഇതിന്റെ നിർമ്മിതി. ഇരുവശങ്ങളിലുമായി 4 ചക്രങ്ങളുള്ള രഥത്തെ 2 ആനകൾ ചേർന്ന് വലിച്ചു കൊണ്ടുപോകുന്നതായി തോന്നിപ്പിക്കുന്നു. 16-ാം നൂറ്റാണ്ടിൽ കൃഷ്ണദേവരായരുടെ കാലത്ത് പണിത കൽരഥം വിജയനഗര സാമ്രാജ്യത്തിന്റെ സൗന്ദര്യവും കരവിരുതിന്റെ പൂർണ്ണതയും എടുത്തുകാട്ടുന്നു. പുതിയ 50 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന കൽരഥം ഇത് തന്നെയാണ് എന്നറിയുമ്പോഴാണ് ഈ മഹത് സൃഷ്ടിയുടെ മഹാത്മ്യം വെളിപ്പെടുന്നത്. കർണാടക വിനോദസഞ്ചാര വകുപ്പിന്റെ മുദ്ര കൂടിയാണ് വടക്കൻ കർണാടകത്തിലെ ഹംപി വിതാല ക്ഷേത്രത്തിലെ ഈ രഥം. ദേവരായ രാജവംശം ഒഡീഷ പിടിച്ചടക്കിയതിന്റെ സ്മരണയ്ക്കായിട്ടാണ് വിതാല ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ കൊണാർക്കിലെ സൂര്യക്ഷേത്ര മാതൃകയിൽ കൽരഥം പണി കഴിപ്പിച്ചത്. വിതാലദേവന്റെ വാഹനമായ ഗരുഡന്റെ ചെറിയ അമ്പലമാണ് രഥത്തിന്റെ മാതൃകയിൽ കൊത്തിയുണ്ടാക്കിയത്. അരയ്ക്ക് കൈകൊടുത്ത് നിൽക്കുന്ന വിഷ്ണുവിന്റെ ബാലവിഗ്രഹമായിരുന്നു ഇവിടെ പ്രതിഷ്ഠിച്ചിരുന്നത്. ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലുള്ള ഇവിടം ഹംപിയിൽ എത്തുന്നവരുടെ മുഖ്യ ആകർഷണമാണ്. വിജയവിതാല മഹാക്ഷേത്രം
ഹംപിയിലെത്തുന്ന ഏതൊരാളുടെയും മനസ്സ് കീഴടക്കും എന്നുറപ്പ്. ഇവിടെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഭക്തിയുടെ ചരിത്രമാണ്, പൗരാണികതയുടെ ശ്രേഷ്ഠതയാണ്, ശില്പചാതുര്യത്തിന്റെ മായ കാഴ്ചകളാണ്. ഇവിടെ ഇതിനകത്തെ കല്ലുകളിലെല്ലാം രാമായണം, മഹാഭാരതം എല്ലാം സ്റ്റോറികളാണ്. ആ സ്റ്റോറികളെല്ലാം കൊത്തിവെച്ചിരിക്കുന്ന കാഴ്ചകളാണ് ഇനി കാണുന്നത്, ഇതിനകത്തെ എല്ലാ തൂണുകളും. നമ്മളിനി ഗർഭഗൃഹ എന്നാണ് പറയുക. ഗർഭഗൃഹ എന്ന് പറയുന്നത് അതിനകത്തേക്കാണ് കയറി പോകുന്നത്. അതിനകത്ത് ഇപ്പോൾ ഒരു സൈഡിൽ ഇരുട്ടാണ്, പക്ഷേ അവിടുത്തെ ആർക്കിടെക്ചർ അത് ഭയങ്കരമാണ്. അതാണ് നമ്മൾ ഇനി അകത്തേക്ക് കാണാൻ പോകുന്നത്. ഈ കാണുന്നത് വിഷ്ണുവിൻ്റെ വാതിൽ പരിചാരിക എന്ന് പറയുന്നത്, നമ്മൾ ഡോർ കീപ്പർ എന്ന് പറയുന്നത്, അതാണ് അതിൻ്റെ പ്രതിമയാണ്. അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു, രണ്ടെണ്ണം ഉണ്ടായിരുന്നു, ഒരെണ്ണം നശിച്ചു പോയി. ഇതാണ് ആ പ്രതിമേൻ്റെ രൂപമാണിത്. ഇത് മ്യൂസിക്കൽ മണ്ഡപമാണ്. മ്യൂസിക്കൽ മണ്ഡപത്തിൻ്റെ കാഴ്ചകളാണ്. കോട്ടമതിലുകളിലെ കല്ലുകളെ യോജിപ്പിക്കുന്നതിന് ഒരു തരത്തിലുള്ള ചുണ്ണാമ്പ് കൂട്ടുകളും ഉപയോഗിച്ചിരുന്നില്ല. പകരം പൂളുകൾ ഉപയോഗിച്ചാണ് കല്ലുകൾ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നത്. മറ്റു നഗരങ്ങളുടേതുപോലെയല്ല ഈ കോട്ടമതിലുകളെന്നും ലോകത്തിലെ വളരെ കുറച്ചിടങ്ങളിലെ ഇത്തരം ഉന്നത നിലവാരത്തിലുള്ള കൽപ്പണി കണ്ടിട്ടുള്ളൂവെന്നും പോർച്ചുഗീസ് സഞ്ചാരി ഗോമിംഗോ പയസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോട്ട സമുച്ചയത്തിൽ നിരവധി കമാനങ്ങളും താഴികക്കുടങ്ങളും തൂണുകളുമായി താങ്ങി നിർത്തിയ മണ്ഡപങ്ങളും ഉണ്ടായിരുന്നു. രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച പഴത്തോട്ടങ്ങളും പൂന്തോട്ടങ്ങളും ഹംപിയിലുണ്ടായിരുന്നു. അതിന്റെ പ്രതാപകാലങ്ങളിൽ ഹംപി വ്യാപാര സാംസ്കാരിക പ്രവർത്തനങ്ങളാൽ മുഖരിതമായിരുന്നു. ചെട്ടികൾ, മുറുകൾ എന്ന മുസ്ലിം കച്ചവടക്കാർ, പോർച്ചുഗീസുകാരെ പോലെയുള്ള യൂറോപ്യൻ കച്ചവട പ്രതിനിധികൾ തുടങ്ങിയവർ ഹംപിയിലെ ചന്തകളിൽ വ്യാപാരം നടത്തിയിരുന്നു. സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിരുന്ന ഹംപിയിലെ ക്ഷേത്രങ്ങൾ, ദേവദാസികൾ വിരൂപാക്ഷ ക്ഷേത്രത്തിലെ മണ്ഡപങ്ങളിൽ രാജാക്കന്മാർക്കും ജനങ്ങൾക്കും മുൻപാകെ നൃത്തങ്ങൾ നടത്തി. ഹംപിയുടെ ഹൃദയഭാഗത്ത്
തുംഗഭദ്ര നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മഹത്തായ വിത്തല ക്ഷേത്രം അല്ലെങ്കിൽ ശ്രീ വിജയ് വിത്തല ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. വിജയനഗര സാമ്രാജ്യത്തിന്റെ വാസ്തുവിദ്യാ വൈദഗ്ധ്യത്തിന്റെ മഹത്തായ തെളിവും യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായി നിയുക്തമാക്കിയതുമാണ് വിത്തല ക്ഷേത്രം. 15-ാം നൂറ്റാണ്ടിൽ കൃഷ്ണദേവരായ രണ്ടാമൻ രാജാവിന്റെ കാലത്ത് നിർമ്മിച്ച ഈ ക്ഷേത്രം വാസ്തുവിദ്യ പരിണാമത്തിന് വിധേയമായി ഓരോ രാജാക്കന്മാരും ഈ ആകർഷകമായ നാഴികക്കല്ലിലേക്ക് അവരുടെ തനതായ സ്പർശം ചേർത്ത് വെച്ചിട്ടുണ്ട്. വിഷ്ണുവിന്റെ അവതാരമായ വിഠല ഭഗവാന് സമർപ്പിക്കുന്ന ഈ ക്ഷേത്രം അസാധാരണമായ ശിലാനിർമ്മിതികൾക്ക് പേരുകേട്ടതാണ്. അതിൽ മനോഹരമായ കൽരഥം, സംസ്തംഭങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ഹംപിയിലെ ഒരു പ്രമുഖ സ്മാരകമെന്ന നിലയിൽ പൈതൃക പ്രേമികൾക്കും വിനോദസഞ്ചാരികൾക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഇടമാണിത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നുവെങ്കിൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻ്റായും എഴുതി അറിയിക്കുക. ഇവിടെ കണ്ടോ, ഓരോ തൂണയിലും സ്കാനർ വെച്ച കണ്ടോ. ആ സ്കാനർ നമ്മുടെ ഫോണിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ തൂണിലത്തെ സ്വരങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും. അതാണ് ഇവിടെ ഇങ്ങനെ ഓരോ തൂണിൻ്റെ സൈഡിലും സ്കാനർ വെച്ചിരിക്കുന്നത്. ആ സ്കാനർ ആൾക്കാരിങ്ങനെ സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ആ ഫോണിൽ ആ പിന്നെ സ്വരം കേൾക്കാൻ പറ്റും. ഒരു ചെമ്പകം നല്ല അടിപൊളിയല്ലേ.